നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു പുലർക്കാലം. ഇന്ന് പതുപോലെ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ദേവിയുടെ ദിവസമാണ്. ഇന്ന് ട്യൂസ്ഡേ ആണ്. ലക്കി കളർ ഈസ് റെഡ്. ഒരു നല്ല ദിവസമാണ് ചൊവ്വാഴ്ച. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എപ്പോഴും എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ ദേവന്മാർക്കും ദേവിമാർക്കും 2 ദിവസങ്ങളായിട്ട് പകുത്തു കൊടുത്തപ്പോൾ ദേവികൾക്ക് ട്യൂസ്ഡേ വളരെയധികം പവറുള്ള ദിവസമായിട്ട് പുരാണങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൊവ്വ ദിവസങ്ങളിൽ ചില അമ്പലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് എന്താ പറയുന്നത്, ഈ പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, ഇങ്ങനെ പറഞ്ഞ പല എന്താ പറയുക, ഹിന്ദു ബിലീഫ്സിന് തക്കവണ്ണമുള്ള രീതിയിലുള്ള അഭിഷേകങ്ങളും നേർച്ചകളും നടക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നത് പുലർക്കാലത്തിന് അങ്ങനെ ഒരു ജാതി മതഭേദമന്യേ ഞങ്ങൾ പറയുന്നു എല്ലാ മതക്കാർക്കും ചുവപ്പ് ഇന്നൊരു നല്ല കളറാണെന്നാണ്. So there is no caste and there is no religion in between you and Pularkalam. So let us celebrate Pularkalam Tuesday with the color red. Thought of the day. ആശിഷ് അയച്ചു തന്ന ഒരു വാചകമാണ് ഇന്ന് നമ്മൾ തോട്ട് ഓഫ് ദ ഡേയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. സ്പെൻഡ് യുവർ ടൈം ടു ദോസ് ഹു ലവ് യു അൺകണ്ടീഷണലി, നോട്ട് വിത്ത് ദോസ് ഹു ലവ് യു ഒൺലി വെൻ ദ കണ്ടീഷൻ ഇസ് റൈറ്റ് ഫോർ ദം. വളരെ ശരിയാണ്. നമ്മൾ പലപ്പോഴും അനുഭവങ്ങളിലൂടെ പഠിക്കുന്ന ഒരു കാര്യമാണ്. സ്നേഹമെന്ന് പറയുന്നത് ആർക്ക് ആണ് നമ്മൾ പ്രയോറിറ്റി, എങ്ങനെയാണ് നമ്മളത് കൊടുക്കേണ്ടതെന്ന്. വളരെ അൺകണ്ടീഷണലായി സ്നേഹിക്കുന്നവരുടെ കൂടെ വേണം നമ്മളുടെ സ്നേഹം പങ്കുവയ്ക്കാൻ. അല്ലാതെ നല്ല സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ മാത്രം സ്നേഹിക്കുന്ന കുറേ പേരെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അവരെ തിരിച്ചറിയുക, അതല്ല സ്നേഹം. എന്ത് അവസ്ഥയിലും, അത് നല്ലതായാലും മോശമായാലും പ്രയാസമുള്ളതായാലും ആനന്ദമുള്ളതായാലും നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ തന്നെ ആയിരിക്കണം നമുക്ക് സ്നേഹം പകർന്നു നൽകേണ്ടത്. പുലർക്കാലത്തിൽ എനിക്ക് പറയാനുള്ളത്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം, അത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന 2 ഘട്ടങ്ങളാണ് ജീവിതത്തിലുള്ളത്. ഒന്ന്, ജനിച്ച കുഞ്ഞിന് നമ്മൾ നൽകുന്ന സ്നേഹം. ഒന്ന്, ബെഡ് റിഡനായിട്ട് കിടക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ വളരെ അതിന് പ്രായം ജെറിയാട്രിക് ഏജ് എന്ന് പറയും, ഏറ്റവും കൂടുതൽ ദൈവത്തിനോട് അടുക്കുന്ന വയസ്സായ ആൾക്കാരോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം. ഈ 2 സ്നേഹവും അൺകണ്ടീഷണൽ ലവാണ്. സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്നതൊക്കെയാണ് ഭാര്യ, മക്കൾ, ചെറുപ്പകാലം, കാറ്, ഒരു എന്താ പറയുന്നത്, ഒരു സ്പെൻഡ് ത്രിഫ്റ്റ്, ഒരു യങ് ഏജ്, യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലിവിങ്, കല്യാണപ്രായത്തിൽ നിന്ന് യുവാവ്, യുവതി, ഇതൊക്കെ വേറൊരു തരത്തിലുള്ള, അവിടെയൊക്കെയാണ് സ്നേഹത്തിന് മാത്രമായിട്ട് ഒതുങ്ങാതെ കുറച്ച് പൈസ ഉണ്ടോ, ഞങ്ങൾ കുറേ സ്നേഹമുണ്ട്, ആ പൈസ തീർന്നു കഴിഞ്ഞാൽ സ്നേഹം അവിടെ തീർന്നു. പക്ഷേ ഇത് രണ്ടും ഇല്ലാത്തൊരു സമയമാണ് വളരെ കുഞ്ഞിലെ ഉള്ള കുട്ടിക്ക് ലഭിക്കുന്ന ലവ്, അൺകണ്ടീഷണൽ ലവ്. ഈ അൺകണ്ടീഷണൽ ലവ് ആയിരിക്കണം നമ്മൾ എല്ലാവരോടും എല്ലാ പ്രയാസമയത്തും ചെയ്യേണ്ടത്. ഒരു കണ്ടീഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ ലവ് ചെയ്യരുത്. യു ഷുഡ് നോട്ട് ലവ് ദ ക്യാഷ്, യു ഷുഡ് നോട്ട് ലവ് ദ സർക്കംസ്റ്റാൻസസ്, യു ഷുഡ് നോട്ട് ലവ് ദ സ്റ്റാറ്റസ്, ലവ് ദ പേഴ്സൺ ആസ് സച്ച്. അവസാനം വരെയും ആ സ്നേഹം മാത്രമേ നിലച്ചു നിൽക്കത്തുള്ളൂ. വളരെ പവർഫുള്ളായിട്ടുള്ള മീഡിയം സിനിമ എന്നാണ് കുറേ കാലം വരെ നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് അത് തിരുത്തി കുറിക്കുകയാണ് ടെലിവിഷൻ മാധ്യമം. ഇന്ന് താരങ്ങൾ പോലും ടെലിവിഷനിൽ വന്ന് ഒരുപാട് ഷോസൊക്കെ ചെയ്ത് അവരുടെ ഒരു ഫെയിം നിലനിർത്താൻ എന്തു വേണമെങ്കിലും ചെയ്യുന്നൊരു ലെവലിലേക്ക് വന്നിരിക്കുക. അത്ര സ്ട്രോങ് ആണ് ഈ ടെലിവിഷൻ മീഡിയ എന്ന് പറയുന്നത്. ഇന്ന് ടെലിവിഷൻ മീഡിയയിലെ താരങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ അധികവും പെൺകുട്ടികളാണ്. എന്നാൽ ഇതിൽ പുരുഷന്മാർ എത്ര പേർ തിളങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്നവർ. എന്നാൽ അവരോ ഒരുപാട് സുന്ദരികളുടെ ഉറക്കം കെടുത്തുന്ന, വളരെ പോപ്പുലറായിട്ടുള്ള, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, അവരുടെയൊക്കെ ഹൃദയം കവർന്നിട്ടുള്ള കലാകാരന്മാർ. ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നതെന്ന് ഒരു ആമുഖത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, നിങ്ങളുടെയും ഞങ്ങളുടെയും പ്രിയപ്പെട്ട GP. ആ മുഖത്ത് തന്നെ ഉണ്ട് ആ സന്തോഷം. പക്ഷെ GP, ഞാൻ ചോദിക്കട്ടെ, ഈ ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ച് ടെലിവിഷൻ ഇൻഡസ്ട്രി, സിനിമ ഇൻഡസ്ട്രി ഈസ് ഡിഫറെൻറ്റ്. ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ എപ്പോഴും പെൺകുട്ടികൾക്കാണ് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫീൽഡിൽ തിളങ്ങി നിൽക്കുന്ന ഒരു മെയിൽ സെലിബ്രിറ്റിയാണ് നിങ്ങൾ. ഈ ഒരു കാലയളവിൽ ഈ ടീമിൽ ഒരു മെയിൽ സെലിബ്രിറ്റി വൺ ആൻഡ് ഓൺലി GP ഉള്ളൂ. മാജിക് ആണോ? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ടെലിവിഷൻ ഓഡിയൻ ആയിരുന്നില്ല. എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് സിനിമയോട് താല്പര്യം ഉണ്ടായിരുന്നു, കഥകളോട് താല്പര്യം ഉണ്ടായിരുന്നു.
പിന്നെ ഒരു പെർഫോമർ എൻ്റർടൈനർ എന്നുള്ള സ്പേസ് കുട്ടിക്കാലം മുതലേ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റേജിൽ വളരെ ആക്റ്റീവായിരുന്നു. എനിക്ക് എപ്പോഴും എൻ്റെ ഒരു ഓഡിയൻസിന് ആവശ്യമായിരുന്നു. അപ്പോൾ ആ ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ അതെ അറ്റൻഷൻ. കാരണം എനിക്ക് പലപ്പോഴും എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ചോദിക്കാറ് എൻ്റെ ഒരു ഹോബി എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യാത്രകളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടേക്ക് പോകുന്നു എന്നുള്ളതിനേക്കാൾ ആരൊക്കെ കൂടെ ഉണ്ട് എന്നാണ് ഞാൻ ആദ്യം ചോദിക്കുക. അപ്പോൾ ബേസിക്കലി ഞാൻ എപ്പോഴും എൻ്റെ ഓഡിയൻസിനെ കുറിച്ച് ബോധേഡായിരുന്നു. സിനിമയിലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എനിക്ക് പല പല ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, എന്നെപ്പോലൊരു സ്വപ്നജീവിക്ക് പല ആളുകളായി ജീവിക്കാൻ കിട്ടുന്നൊരു അവസരം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഒരേ സമയത്ത് പല പല ക്യാരക്ടേഴ്സ് ആവാൻ കിട്ടുന്നു, പല പല രീതിയിൽ ജീവിക്കാനുള്ളൊരു അവസരം. അതാണ് ശരിക്കും സിനിമയിലെ ക്യാരക്ടേഴ്സ് നമുക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അവതാരകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ആദ്യം ഓഫർ വന്നപ്പോൾ ഞാൻ നോ പറഞ്ഞു. എൻ്റെ ചുറ്റുമുള്ളവർ അത് എന്തായാലും ചെയ്യണം എന്നും പറഞ്ഞു. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ഫ്രണ്ട്സ് പറഞ്ഞു, നീ അത് എന്തായാലും ചെയ്യണം, അത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. എൻ്റെ കസിൻസ് പറഞ്ഞു, വീട്ടിൽ നിന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ടി വി അധികം കണ്ടിരുന്നില്ല. ടു ബി വെരി ഫ്രാങ്ക്, ഞാനൊരു റിയാലിറ്റി ഷോ പോലും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു റിയാലിറ്റി ഷോയിൽ പോയപ്പോൾ ഈ എലിമിനേഷൻ എപ്പിസോഡ് എന്താണെന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഓഡിഷനും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ഫിലിം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആ ചാനലിൻ്റെ തന്നെ വേറൊരു പ്രോഗ്രാമിന് പോയപ്പോൾ അതിൽ എൻ്റെ സ്പോണ്ടേനിറ്റി കണ്ടിട്ട് ഇവർ നേരെ എന്നെ അബ്സോർബ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ പോകുന്ന ഭയങ്കര രസമുള്ള സംഭവമായിരുന്നു. കാരണം ഞാൻ ആദ്യം പോകുന്ന ഒരു ആക്ടർ ഗോവിന്ദ് പത്മസൂരി ആയിട്ടാണ്. അപ്പോൾ ഒരു ആക്ടർ പൊതുവെ ഒരു ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു എയർ, ഒരു റിസർവേഷൻ, ഇതെല്ലാം പിടിച്ച് ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ഞാൻ പറയുന്നു. എനിക്ക് ഭയങ്കര സഫോക്കേഷൻ ആയിരുന്നു, എനിക്കൊരു പിടി കിട്ടുന്നില്ല. പിന്നെ അവര് ചുറ്റുമുള്ള ആളുകൾ, അപ്പോൾ അവിടെ ഞാനാവണോ അതോ ആക്ടർ ഗോവിന്ദ് പത്മസൂരി ആവണോ അതോ വേറൊരാളായിട്ട് നിൽക്കണോ, ഇതെല്ലാം കൂടി കഴിഞ്ഞ് പിന്നെ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് ഡാൻസ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരുന്നു. ഡാൻസ് പേടിയായിരുന്നു, ഒരു ഫിയർ ഫാക്ടർ ആയിരുന്നു. അങ്ങനെയാണ് എന്നെ ഡാൻസ് റിയാലിറ്റി ഷോ ആങ്കറായി വിളിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഞാൻ അവിടെ പെട്ടെന്നൊരു ഡാൻസ് ചെയ്യേണ്ടി വന്നതും ആ ഒരു സിറ്റുവേഷൻ ഞാൻ സേവ് ചെയ്തതുമായിരുന്നു എൻ്റെ ഐസ് ബ്രേക്കിംഗ് ആ പ്രോസസ്സിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വേറെ ഏതൊരു പാട്ട് കാണിച്ചു തന്നിട്ട്, മറ്റേ ദിലീപേട്ടൻ്റെ മറ്റേ മേനെ പ്യാർ കിയാ തോ ഡർനാ കിയാ, പ്രസന്ന മാസ്റ്റർ കൊറിയോഗ്രാഫി ചെയ്ത് അതെനിക്ക് അവർ ഡാൻസൊക്കെ ചെയ്ത് കാണിച്ചു തന്നിട്ട്, ഇത് ചെയ്തോളൂ, ഇതൊന്ന് ചെയ്തോളൂ, മാസ്റ്റർ ചെയ്ത പോലെ ചെയ്താൽ മതി, ഡാൻസ് ഒന്നും കാര്യമായിട്ടില്ല, മൂമെൻറ്റ്സേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഞാൻ റെഡി ആയിട്ട് ഞാൻ ചെയ്യാൻ നിൽക്കുമ്പോൾ അവർ മൈക്കിൾ ജാക്സന്റെ ഡേഞ്ചറസ് എന്നുള്ള പാട്ടിട്ടു. ഈ പാട്ടാണെന്നും പറഞ്ഞ് എക്സ്പെക്ട് ചെയ്തിട്ട് ഓൺ എയർ. അപ്പൊ ഞാൻ നിർത്തിയില്ല, ഞാൻ എന്നെ കൊണ്ട് ആവുന്ന ഒരു മൈക്കിൾ ജാക്സൺ അവിടെ കളിച്ചു. അതായിരുന്നു അവിടുത്തെ ഏറ്റവും. അപ്പൊ അതവര് ഒട്ടും എന്നെ പോലെ അത്ര നേരം ഗൗരവത്തിൽ നിന്ന് എന്നിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചില്ല. GP ജാക്സൺ കുറെ കഴിഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് സ്റ്റെപ്പുകൾ കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഡപ്പാങ്കുത്ത് കളിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ ഉള്ള എല്ലാവരും കൂടി വന്നിട്ട് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. കാരണം ഒന്നാമത് അവർക്കതൊരു സർപ്രൈസ് പാക്കേജ് ആയിരുന്നു, കണ്ടസ്റ്റൻസിന്, ജഡ്ജസും എല്ലാവരും കൂടെ വന്നിട്ട് അവിടെ. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഏകദേശം എന്റെ തൊലിക്കട്ടി അവിടെ നിന്ന് അങ്ങ് വളരാൻ തുടങ്ങി. കാരണം ഇനി എന്തോ ആവാല്ലേ, ഞാൻ അവിടെ ഒന്നും കാത്തു സൂക്ഷിക്കാനില്ല. കാരണം അത്രയും വലിയ ഒരു ആവാസത്തരമാണ് ഞാൻ അവിടെ കാണിച്ചത്. അതിനുശേഷം ഒരു ഐസ് ബ്രേക്കിംഗ് ആയിരുന്നു. പിന്നെ തന്നെ ഐ വാസ് ലൈക്ക്, എങ്ങനെയാണോ ഞാൻ ക്യാമ്പസിലൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, എൻ്റെ ഏറ്റവും ക്ലോസ് ഗ്രൂപ്പിൻ്റെ അടുത്ത് എങ്ങനെയാണോ അതുപോലെയായി പിന്നെ ഞാൻ ആ ജഡ്ജസിന്റെ മുമ്പിലും കണ്ടസ്റ്റൻസിന്റെ മുമ്പിലും. അപ്പൊ പിന്നെ അത് തന്നെയാണ് ആ പ്രോഗ്രാമിന്റെ സക്സസ്. പിന്നെ ഒരു 80 to 85% അല്ലെങ്കിൽ ഒരു 90% ഞാൻ ഗോവിന്ദ് പത്മസൂരി ആയിട്ടാണ് ആ സ്റ്റേജിൽ നിൽക്കുന്നത്. സോ പിന്നെ എനിക്കൊന്നും പേടിക്കേണ്ടായിരുന്നില്ല, എൻ്റെ ഇമേജിനെ കുറിച്ച് പേടിക്കേണ്ടായിരുന്നില്ല. ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമോ. ആക്ടർ ഗോവിന്ദ് പത്മസൂരി എന്നുള്ളത് തുടക്കത്തിലേ പോയി. ഇപ്പം ഫ്രണ്ട്സിന് മുമ്പ് ഞാൻ പെരുമാറുമ്പോൾ ഞാൻ അവിടെ ഒരു ആക്ടർ ഗോവിന്ദ് പത്മസൂരി ഇല്ലല്ലോ, എന്നെക്കുറിച്ച് അവർ എന്ത് വിചാരിക്കും എന്നുള്ളതും ഞാൻ ബോധറിയില്ല. ഐ എം ജസ്റ്റ് ഹാവിങ് ഫൺ, ഐ എം മേക്കിംഗ് ഷുവർ ദാറ്റ് അവരെല്ലാവരും അത് എൻജോയ് ചെയ്യുന്നു. സീരിയസ്ലി സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ ചെയ്തത്. പലർക്കും അറിയില്ല നിങ്ങൾ സിനിമയിൽ നിന്നാണ് ടെലിവിഷനിലോട്ട് വന്നത് അല്ലേ. ഞാനടക്കം വിചാരിച്ചത് ടെലിവിഷനിൽ നിന്ന് സിനിമയിലോട്ട് പോയ ഒരാളാണ്. അത് ഞാൻ മനസ്സിലാക്കിയത് ഒരു പത്രത്തിൽ നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ, അതായത് അങ്ങനെയൊക്കെ. ഏറ്റവും രസം എന്താ അറിയോ, ഞാൻ ഈ അടുത്ത് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിഫോ ഡാൻസിൽ വന്നതിന് ശേഷം ഒരു അവതാരകനായതിനു ശേഷം ആദ്യം ചെയ്ത സിനിമ വർഷമാണ്. മമ്മൂക്കയുടെ കൂടെ രണ്ടാമത് ചെയ്യുന്ന സിനിമ ഡാഡി കൂളിന് ശേഷം. അപ്പം വർഷം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു. കാരണം ആ ഒരു ഞാൻ പോപ്പുലർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പം എൻ്റെ ആക്ടിവിറ്റീസ് എല്ലാവരും അറിയുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് വിഷ് ചെയ്തു, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫസ്റ്റ് ഫിലിം. പിന്നെ രണ്ടാമത് പറഞ്ഞ് നിങ്ങളുടെ അവതരണം കണ്ടപ്പോഴേ അറിയായിരുന്നു നിങ്ങൾ സിനിമയിൽ കയറുന്നു. അപ്പം ഞാൻ ആലോചിക്കുന്നു, അപ്പോൾ ഇത്ര കാലം ഞാൻ എന്താ ചെയ്തിരുന്നത്. അല്ല സത്യം, അതൊരു പ്രേക്ഷകർക്ക് വേണ്ടി പറയാലോ. ആദ്യത്തെ പടം എൻ്റെ ആദ്യത്തെ ഫിലിം അടയാളങ്ങൾ, അതൊരു 5 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ, ഇൻക്ലൂഡിങ് ബെസ്റ്റ് ഫിലിം ഓഫ് 2008 ആയിരുന്നു. അതിൽ നായകനായിരുന്നു. ഒരു പീരിയഡ് ഫിലിമായിരുന്നു. നന്ദനാര എന്ന മഹാനായ എഴുത്തുകാരൻ്റെ ആത്മാംശം നിറഞ്ഞൊരു ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ക്യാരക്ടറായിരുന്നു.
അത് കുറെ ഇന്റർനാഷണൽ നാഷണൽ ഫിലിം ഫെസ്റ്റിവൽസ് ആർക്കൈവ് ഫിലിമായിട്ട് മാറി. അതെ അതെ, കാരണം ഫെസ്റ്റിവൽ സർക്കിൾ കുറച്ച് സീരിയസ് 2008. Did you attend any festivals on that? ഞാൻ ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ പോയിരുന്നു, ഇവിടെ ട്രിവാൻഡ്രം ഫിലിം ഫെസ്റ്റിവലിൽ പോയിരുന്നു, അങ്ങനെ പൂന, ഒരുവിധം ഇന്ത്യയിലുള്ള എല്ലാ ഫിയാഫ് റെക്കഗ്നൈസ്ഡ് ഫിലിം, കൊൽക്കത്ത, ഡൽഹി. രസമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ സിനിമയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഈ ഫെസ്റ്റിവൽ സർക്കിളിൽ കിട്ടുന്ന ഒരു അറ്റൻഷൻ വേറെയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സിനിമയിൽ നിന്ന് ജനങ്ങളുടെ കൈയടിയേക്കാൾ കൂടുതൽ ഭയങ്കര റെസ്പെക്ട്. വലിയ വലിയ ഫിലിം മേക്കേഴ്സ്, ശാമ്പനങ്ങൾ പോലെ ആൾക്കാരുടെ കൂടെ ഇരുന്നിട്ട് ഡിന്നർ കഴിക്കുന്നു. ഒരുപാട് വലിയ വലിയ ബിഗ് നെയിംസ്, മൃണാൾ സെൻജിയുടെ കൂടെ ഇരുന്നിട്ട് സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ഒന്നാമത് എൻ്റെ ഒരു സെറ്റ് ഓഫ് സിനിമ അല്ലത്. ഞാൻ സത്യം പറഞ്ഞ കുട്ടിക്കാലം മുതലേ സിദ്ദിഖ് ലാൽ സിനിമകൾ, പ്രിയദർശൻ സാർ സിനിമകൾ, അതിന്റെ ഒരു വലിയ ഫാനാണ്. മലയാള സിനിമകൾക്ക് അപ്പുറം അതെ, ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനേഴ്സ്. ഞാൻ തമിഴ് സിനിമ പോലും വൃത്തിയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ മലയാള സിനിമകൾ കാണുക, അത് ബൈ ഹാർട്ടാക്കുക. മാന്നാർമത്തായി, റാംജി റാവു, മണിച്ചിത്രത്താഴ് തുടങ്ങിയ സിനിമകൾ തുടക്കം മുതൽ അവസാനം വരെ ബൈ ഹാർട്ടായിരിക്കും. ഇത് എന്നിട്ട് ഇങ്ങനെ പറയുക, ഇതൊക്കെയായിരുന്നു എന്റർടൈൻമെന്റ്. ഹോസ്റ്റലിലൊക്കെ കറണ്ട് പോകുമ്പോൾ ഞാൻ മാന്നാർമത്തായിയുടെ ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് സീൻ വരെ കംപ്ലീറ്റ് പറയും. കറണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അതായിരുന്നു എൻ്റെ ലോകം. പക്ഷെ ഇത് പെട്ടെന്ന് ഞാൻ പോയിട്ട് കുറെ ഗൗരവമായ സിനിമകൾ, കുറെ സീരിയസ് ആയിട്ടുള്ള സിനിമകൾ, അത് മെല്ലെ മെല്ലെ എൻജോയ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് പിന്നെ അടയാളങ്ങൾ ചെയ്തതിന് ശേഷം IG ചെയ്തു, ഡാഡി കൂൾ ചെയ്തു, കോളേജ് ഡേയ്സ് ചെയ്തു. അതിനുശേഷം എനിക്ക് തോന്നി എനിക്ക് സിനിമയെ കുറിച്ച് കുറച്ചുകൂടെ ഗൗരവമായിട്ടൊന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അക്കാഡമിക്, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. So I thought I'll do an MBA. Where did you do? ഡിഗ്രി ചെയ്തത് മംഗലാപുരത്ത് സെയിന്റ് അലോഷ്യസ് കോളേജിലാണ്. ബാംഗ്ലൂരിലാണല്ലേ? മംഗലാപുരം. ആർട്സ് ആയിരുന്നു, ട്രിപ്പിൾ ഡിഗ്രി ആയിരുന്നു, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, എക്കണോമിക്സ്, സോഷ്യോളജി. ഇത് മൂന്നും ചെയ്ത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഞാൻ 3 സിനിമ ചെയ്തത്. പിന്നെ ഞാൻ MBA ചെയ്ത് മീഡിയ എന്റർടൈൻമെന്റ്, ഫിലിംസ് ആയിരുന്നു എൻ്റെ സ്പെഷ്യലൈസേഷൻ. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ MBA ആയിരുന്നു. ഇവിടെ സുഭാഷ് ഗായുടെ ഫിലിം സ്കൂളിലാണ് ഞാൻ പിന്നെ MBA ചെയ്തത്. രസമായിരുന്നു. പിന്നെ പക്ഷെ ഞാൻ അഭിനയത്തിന് പൂർണ്ണമായി വിട്ടു നിന്നു. 2 കൊല്ലം അവിടെയായിരുന്നു. സൗന്ദര്യം ഒരുപാടുള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളെ ചേർത്ത് പറയുക എന്ന് പറയുന്നത്. I think we have got a lot of what do you call exponents in our film industry. അല്ലല്ല, മമ്മൂട്ടിയൊക്കെ നമ്മൾ അങ്ങനെ ഒരു ഉണ്ട്. മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞ തമാശ അടിച്ച് അടുത്ത് നിന്ന് കഴിഞ്ഞാൽ എന്താ തീർന്നു, ഒരു ഹെഡ് മാസ്റ്റർ ഫിഗർ ആണ്. അതെ. പക്ഷെ ലാലേട്ടൻ അങ്ങനെയല്ല, നമ്മൾ പറയും ലാലേട്ടൻ ആള് ജോളിയാ, കമലഹാസൻ ജോളിയാ, പക്ഷെ അമിതാഭ് ബച്ചനെ പറയില്ല. പക്ഷെ ഷാറുഖ് ഖാനെ പറയും. ഇത് ഒരു ഡാർവിൻസ് തിയറി പോലെയാണ്. ആൻഡ് ഫൈനലി ഇറ്റ് കെയിം ടു യു. ഇതുവരെ പറഞ്ഞ പേരുകൾ എന്റെ വീട്ടിൽ ഞാൻ TV കാണുമ്പോഴത്തേക്ക് എന്റെ മകള് എന്റെ കൂടെ ഇരുന്ന് TV കാണുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ് D2. ഞാൻ ചോദിക്കാൻ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ചോദ്യം പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. മംഗലാപുരത്താണ് പഠിച്ചതെന്ന് പറഞ്ഞു. ഞാനും ബാംഗ്ലൂരിലൊക്കെ പോയിട്ടുണ്ട്. സുന്ദരിയായ പെൺപിള്ളേർ ഒരുപാട് പേരുള്ള സ്ഥലമാണ്. ആദ്യത്തെ ഒരു പെൺകുട്ടി, ഒരു ഫാൻ ഇപ്പോഴും ഉണ്ടോ? ആരാണ്? മറ്റുള്ളവർക്കെല്ലാം പ്രശ്നം ഉണ്ടാവും, പക്ഷെ കുഴപ്പമില്ല. വന്ന് GP കണ്ടിട്ട് സുന്ദരനാണ് അല്ലെങ്കിൽ വന്ന് ഇത് എന്താ അറിയോ, ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ വളരെ ചെറിയ പ്രായം മുതലേ ഈ ഒരു ഗേൾ സർക്കിളുകൾ വളരെ പോപ്പുലർ ആയിരുന്നു. ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ പെൺകുട്ടികളായിട്ട് വളരെ കംഫർട്ടബിൾ ആണ്. ആൺകുട്ടികളായിട്ട് കംഫർട്ടബിൾ ആവുന്ന പോലെ തന്നെ പെൺകുട്ടികളായിട്ട് കംഫർട്ടബിൾ ആണ്. ഇൻഹിബിഷൻ വളരെ കുറവാണ്, ഇഷ്ടം പോലെ. എനിക്ക് ബോയ്സ് ഒരു വലിയ ഹ്യൂജ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ഓൾമോസ്റ്റ് അത്ര തന്നെ ഗേൾസും എനിക്ക് അത്രയും എമൗണ്ട് ഓഫ് ഫ്രണ്ട്സ്. ഒരു പക്ഷേ പറഞ്ഞ സംഭവം എനിക്കില്ല എന്നുള്ളത്. ബോയ്സേ ഇല്ല. അയ്യോ, പക്ഷെ എനിക്ക് നേരെ തിരിച്ചാട്ടോ. എനിക്ക് പക്ഷെ എന്റെ ഗ്രൂപ്പിലുള്ള ബോയ്സിന് ഉള്ളതിനേക്കാൾ കൂടുതൽ ഗേൾസ് ഫ്രണ്ട്സ് ആയിട്ട് ചിലപ്പോൾ എനിക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയാറുണ്ട്, ആ ഫ്ലോറിൽ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായത്, എനിക്കിത് എപ്പോഴും ഉള്ളൊരു അവസ്ഥയാണ്. ഞാനിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഇപ്പോൾ +1 +2 ആണെങ്കിലും കോളേജിലാണെങ്കിലും ഒരുപാട് ഗേൾ ഫ്രണ്ട്സിൻ്റെ ഹുക്കപ്സിനെ കുറിച്ചുള്ള സ്റ്റോറീസ് വരും. ഒരുപാട് പെൺകുട്ടികൾക്ക് ഇഷ്ടമാണെന്നുള്ളത് ഞാൻ കേൾക്കാറുണ്ട്. പിന്നെ ഇതുപോലെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് കേൾക്കാറുണ്ട്. ഒരു ലൈറ്റ് ഹാർട്ടഡ് ജോളി ആയിട്ടുള്ള വ്യക്തിയാണ്. ഇതേ ഇമേജ് ആയിരുന്നു. പക്ഷെ അത് ആ കോളേജിൽ 3000 ആൾക്കാരെ അറിയാറുള്ളൂ. ഇപ്പൊ കേരളത്തിൽ ഒരു 10 ലക്ഷം ആൾക്കാരെ അത് അറിയുന്നു എന്ന് മാത്രം. ഞാൻ അവിടെ വ്യത്യാസമൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞ എന്റെ കോളേജ് ക്യാമ്പസിൽ എങ്ങനെയാണോ ഇറ്റ്സ് റിയൽ ഫൺ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അടയാളങ്ങൾ എന്നുള്ള സിനിമ ചെയ്തപ്പോൾ എനിക്ക് അത്ര ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സിനിമ ചെയ്യുന്നതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനം ചെയ്യാൻ നോക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പടം ചെയ്ത് കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്കൊരു വലിയ റിലീസ് അങ്ങനെയൊന്നും സാധ്യതകളൊന്നും എളുപ്പമായിരുന്നില്ല. ഒന്ന് ഓഫ് ബീറ്റ് ഫിലിം, പുതിയ നായകൻ, പുതിയ സംവിധായകൻ.
അപ്പം ഞാൻ വിചാരിച്ചു ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റാർ ആവുമല്ലോ. അപ്പോൾ സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആവും, ഒരുപാട് ആൾക്കാർ എന്നെ പൊതിയും. പിന്നെ അപ്പോൾ ഞാൻ എൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം പഠിത്തം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കമൽഹാസനെ കുറിച്ച് അദ്ദേഹമൊക്കെ 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടിയുണ്ട്, കാരണം സ്റ്റാറിൻ്റെ കാരണം. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം അത് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റാർ ആവുമല്ലോ. പക്ഷെ അടയാളങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, സംവിധായകനറിയാം, പിന്നെ ഞാൻ പറഞ്ഞൊരു 10 ഫ്രണ്ട്സിനറിയാം ഇങ്ങനെ ഒരു പടം ചെയ്തു എന്ന്. അപ്പൊ പിന്നെ ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോയി, ഒന്നും സംഭവിച്ചില്ല. ഇനിയിപ്പോ തുടർന്ന് പഠിക്കണം എന്ന് മാത്രമല്ല, ഡിഗ്രി ചെയ്താൽ പറഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണമല്ലോ. അപ്പൊ വീണ്ടും അപ്പൊ ഞാൻ അതെല്ലാം വീണ്ടും മാറ്റി വെച്ച് അത് ചെയ്യാം എന്ന് വിചാരിച്ച് റെഡി ആയിരിക്കുമ്പോൾ 5 അവാർഡ്, അതും 2000, അതും അന്നത്തെ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരേ കടൽ, 4 പെണ്ണുങ്ങൾ, പരദേശി. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ബെസ്റ്റ് ഫിലിം നമുക്ക് കിട്ടുന്നത്. കാരണം ലാലേട്ടൻ, മമ്മൂക്ക, അത് മാത്രമല്ല ആ കാലത്തെ വെറ്ററൻസ് എല്ലാവരും ഉണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ സാറ്, പിന്നെ PT കുഞ്ഞു മുഹമ്മദ്, അതേപോലെ എല്ലാവരും കൂടി സിനിമ ചെയ്ത ഒരു കൊല്ലം. ഷാജി എൻ കരുൺ എന്ന് പറഞ്ഞാൽ MG ശശി എൻ്റെ ഗുരുക്കന്മാർ എല്ലാവരും സിനിമ ചെയ്തിട്ടുള്ള കൊല്ലമാണ്. അവരുടെയൊക്കെ ശിഷ്യനായിരുന്നു MG ശശി. പിന്നെ നമ്മൾ നവാഗത സംവിധായകന് ഒരു അവാർഡ് കിട്ടിയാൽ നന്നായിരുന്നു, കാരണം എല്ലാവരും സിനിമയെക്കുറിച്ച് തിരക്കേടില്ലാത്ത അഭിപ്രായം പറയണമെന്ന് വിചാരിച്ചപ്പോഴാണ് ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞ ടോപ്പിലുള്ള 5 അവാർഡുകൾ. അപ്പോൾ അത് കിട്ടിയ ദിവസം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയുന്നായിരുന്നില്ല അവാർഡ് പ്രഖ്യാപിക്കുന്ന ദിവസം എന്താണെന്ന് പോലും. അപ്പോൾ രാവിലെ കോളേജിൽ പോകുന്ന നേരത്ത് എനിക്കൊരു കോൾ വന്നു. ഫസ്റ്റ് എൻ്റെ മേമ വിളിച്ച് പറഞ്ഞു, നമ്മുടെ സിനിമയ്ക്ക് ഏറ്റവും നല്ല ഇതിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് അതിൻ്റെ വലുപ്പം മനസ്സിലായില്ല. പിന്നെ ഒരു ചാനലിൽ നിന്നൊരു കോൾ വന്നു, പിന്നെ വേറെ ആരോ വിളിച്ചു, പിന്നെ ഞാൻ ഡയറക്ടർ കമലാണ് എന്ന് പറഞ്ഞ് വിളിച്ചു, പിന്നെ സത്യനന്ദിക്കാടാണ് സംസാരിക്കുന്നത്. കോളേജിൽ പോകാൻ വേണ്ടി ഇരുന്നതാ ഞാൻ. അവിടെ 4:30 വരെ ഞാൻ മൊബൈൽ ചാർജറിലും കുത്തി ഹോസ്റ്റലിൽ ഇരിക്കുകയാണ്, താങ്ക് യു പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും ഞാൻ സ്റ്റാർ ആവാൻ പോവാണ്, കാരണം സംഭവം തിരിഞ്ഞല്ലോ സ്റ്റേറ്റ് അവാർഡ്. അപ്പോൾ വീണ്ടും ഞാൻ അപ്പോൾ പിന്നെ ഡിഗ്രി സംഭവങ്ങളൊക്കെ വിട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ടും ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഇൻഡസ്ട്രി സർക്കിളിൽ ഒരുപാട് വലിയ ആൾക്കാർ വിളിക്കുന്നു, എല്ലാവർക്കും ഭയങ്കര ബഹുമാനം. അടയാളങ്ങളുടെ പയ്യനാണെന്ന് പറയുമ്പോൾ റോഷൻ ആൻഡ്രൂസ് ഒക്കെ പോലുള്ള വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ സ്റ്റേച്ചർ മാറി, എന്നാൽ പുറത്തിറങ്ങിയ ആൾക്കാർ തിരിച്ചറിയുന്നില്ല. ഭയങ്കര രസമായിട്ടുള്ളൊരു പ്ലേസ്മെന്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ നിന്നിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ച പോപ്പുലാരിറ്റി സംഭവങ്ങളൊന്നും വന്നില്ല. അപ്പോൾ ഞാനതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിട്ടു. ഇനിയിപ്പോൾ സിനിമയിൽ IG അഭിച്ചു, ഡാഡിക്കുളൊക്കെ അഭിനയിച്ചു, ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കണ്ടു. ചില ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പറയും അത് മറ്റേ ഡാഡിക്കുള്ള പയ്യനാണോ അല്ലേ അങ്ങനെയൊക്കെ. ടിപ്സ്, ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നാരങ്ങ നീരിൻ്റെ ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പല എപ്പിസോഡുകളിലും പറഞ്ഞു. അതിൽ വേറൊരു ഗുണത്തെക്കുറിച്ച് പറയുകയാണ്. മാരകമായ രോഗങ്ങൾ, കോളറ, മലേറിയ തുടങ്ങിയ രോഗങ്ങൾക്ക് ലൈം ജ്യൂസ് എന്ന് പറയുന്നത് പ്രതിരോധിക്കാൻ ശക്തിയുണ്ടെന്നാണ് തെളിയിച്ചിട്ടുള്ളത്. അത് ബ്ലഡ് പ്യൂരിഫയറായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് നാരങ്ങ നീര് ഈ രോഗികൾക്ക് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും വലിയ അസുഖങ്ങൾ ബാധിച്ചവർ തീർച്ചയായും ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എങ്കിലും അതിനൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് ഡോക്ടറിൻ്റെ ഒരു അനുവാദത്തോടു കൂടി ലൈം ജ്യൂസ് കൂടി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ രോഗത്തിൻ്റെ ഒരു കാഠിന്യം കുറയുമെന്നാണ് ടിപ്സിലൂടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡെയിലി ഒരു ഗ്ലാസ് ലൈം ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യു. ഇറ്റ് വിൽ ക്വെൻച്ച് യുവർ തെസ്റ്റ്. അത് കൂടാതെ അതിന് ഒരുപാട് ക്വാളിറ്റീസ് അതൊരു ശീലമാക്കുന്നത് നന്നായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു. അതെ, അത് വളരെ എനിക്ക് തോന്നുന്നു ഈ ബോട്ടിൽ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നതിന് ക്യാനിലൊക്കെ വരുന്ന വിഷാംശങ്ങൾ ഉള്ള പാനീയങ്ങളെക്കാൾ എത്രയോ നല്ലതാണ് വീട്ടിൽ നമ്മൾ ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ പ്രേക്ഷകരോട് പറയുമ്പോൾ പോലും എനിക്ക് തന്നെ തോന്നുന്നത്, അല്ലെങ്കിൽ തരയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ആഫ്റ്റർ കമ്മിങ് ഇൻ ടു പിള്ളർക്കാലം ഒരുപാട് ചേഞ്ചസ് എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. പലതും അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതെ അതെ, അതിപ്പോ തോട്ട് ഓഫ് ദ ഡേ പറയുമ്പോഴും ഒരു മെസ്സേജ്, ഒരു ഇൻഫർമേഷൻ പറയുമ്പോഴും നമുക്കും കൂടി ലൈഫിൽ ആപ്ലിക്കബിൾ ആണ്, നമ്മൾ അതും കൂടി നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു കൺവിക്ഷൻ നമുക്ക് ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ദ നെക്സ്റ്റ് മൊമെന്റ് ഓൺവേർഡ്സ് ഐ ഓൾസോ തിങ്ക് ദാറ്റ് വി ഷുഡ് ടേക്ക് ലൈം ജ്യൂസ്. ഒരു നല്ലതാണ്. അതെ. ഞാൻ ഈ പോപ്പുലാരിറ്റി സംഭവങ്ങളൊക്കെ വിട്ടിരിക്കുന്ന സമയത്താണ് ഡീഫോ ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ചെയ്തപ്പോഴും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞാൻ പണ്ട് പ്രതീക്ഷിച്ചതിൻ്റെ ഡബിളായിട്ട് അല്ലെങ്കിൽ ഒരു 10 ഇരട്ടിയായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോയി, പെട്ടെന്ന് ഒരു കുട്ടിയും ഓടി വന്ന് കെട്ടിപ്പിടിക്കും, ജീവിച്ചേട്ടാ എന്താ ഇവിടെ. അപ്പം ഞാൻ ആരാ എന്താ ഒന്നുമില്ല, കാരണം അവർക്കൊരു ഡിസ്റ്റൻസേ ഇല്ല. അതാണ് ആ ടെലിവിഷൻ അവരുടെ സ്വന്തമായിട്ട് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും പരിചയക്കാരും ബന്ധുക്കളുമാണ്. ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും
അവരുടെ നാട്ടുകാർ, അവരുടെ നാട്ടിലൊരു വ്യക്തിയാണ്. എനിക്ക് പോലും തോന്നി GP എന്ന് പറഞ്ഞാൽ എന്റെ വളരെ അടുത്തൊരാളാണ്. ടെലിവിഷനിൽ വന്നിരിക്കുമ്പോ ആളുകളുടെ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഡിസ്റ്റൻസും ഇല്ല. നമ്മൾ ഇന്നലെ സംസാരിച്ച് നിർത്തിയ ആൾക്കാരല്ലേ. മീഡിയ. അതെനിക്ക് തോന്നുന്നത്, ഞാൻ ഇനിയിപ്പോ എന്തല്ല ഹോളിവുഡിലല്ല എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനൊരു സ്റ്റേച്ചർ, ഇപ്പൊ എത്ര എന്റെ സിനിമകൾ ഹിറ്റായി കഴിഞ്ഞാലും ഇപ്പൊ യു ക്യാൻ ബിക്കം എ സ്റ്റാർ, ഒരു താരമാവാം. പക്ഷെ ഇത് ഞാൻ പോകുന്ന കോളേജുകളിലെല്ലാം അവരെന്നെ ക്ലാസ്മേറ്റിനെ പോലെ കരുതുന്നു. ഞാൻ പോകുന്ന വീടുകളിലെല്ലാം അവരെന്നെ സ്വന്തം ആ വീട്ടിലെ അംഗമായി കരുതുന്നു. എനിക്ക് തോന്നുന്നില്ല അത് അത്ര എളുപ്പമാണെന്ന്. പക്ഷെ എനിക്ക് ഏറ്റവും അനുഗ്രഹമായി തോന്നിയിരിക്കുന്നത്, ഞാൻ ചെയ്ത അല്ലെങ്കിൽ വേറൊരാളെ എഴുതി വെച്ച കഥാപാത്രമല്ല എനിക്കിത് തന്നത്. ഗോവിന്ദ് പത്മസൂര്യ എന്ന വ്യക്തിയുടെ ഒറിജിനൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തിയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഇതിലൂടെ ഇനി നിങ്ങളുടെ പഴയ പടങ്ങളെല്ലാം അവർ ഓർക്കും. അതാണ് എനിക്ക് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയി തോന്നുന്നത്. കാരണം നമ്മൾക്ക് എപ്പോഴും തീർച്ചയായിട്ടും, കാരണം എപ്പോഴും നമ്മൾ സിനിമാ നടന്മാർ താരങ്ങളാവുമ്പോൾ ആരൊക്കെയോ എഴുതി കൊടുത്ത ഹീറോയിസവും നന്മയും ഡയലോഗുകളും ആ കഥാപാത്രം മനസ്സിലുള്ളപ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇഷ്ടപ്പെടുന്നു, ആ കഥാപാത്രങ്ങളിലൂടെ അവരെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഇവിടെ ആരും എഴുതി തന്ന സ്ക്രിപ്റ്റോ ഹീറോയിസോ ഒന്നുമില്ല. ഒരു 600 സിനിമ ചെയ്യുന്നതിന്റെ അത്രയും കഥാപാത്രങ്ങൾ ആ സ്റ്റേജിലൂടെ പലരുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന വ്യക്തിക്ക് ഒറിജിനലായിട്ട് ചെയ്യാവുന്ന എല്ലാ സാധനങ്ങളുമാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. അതാ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഐ എം മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ്. ഫാൻസ് അല്ല അവിടെ, ശരിക്കും സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സ് ആണ്. എനിക്ക് തോന്നുന്നു GP എന്ന വ്യക്തി അത്ര നല്ലതായത് കൊണ്ടാവണം ഒരു ഓഡിയൻസ് അങ്ങനെ റിസീവ് ചെയ്തു. ഞാൻ എന്താന്ന് വെച്ചാൽ വേണമെങ്കിൽ എനിക്ക് ആ ഫ്ലോറിൽ GP ഇത്രയധികം പെമ്പിള്ളേരുടെ അടുത്ത് ഇടപഴകുന്ന ഒരാളായിട്ടോ അല്ലാതെയൊക്കെ ചിത്രീകരിക്കാൻ വരുന്നു. പക്ഷെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ എന്നെ അങ്ങനെ ലിമിറ്റ് ചെയ്തിട്ടില്ല. എന്നെ കോളേജിൽ പഠിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് അറിയാം ഇവൻ പെമ്പിള്ളേരുടെ ഇടയിൽ അത്യാവശ്യം പോപ്പുലർ ആണെന്ന് മാത്രമല്ല ഇവൻ ഇത്രയും ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അത് കാരണം പെൺകുട്ടികളുടെ അടുത്ത് സംസാരിക്കാതിരിക്കുകയോ ആൺപിള്ളേരെ എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാതിരിക്കുകയോ ഇല്ല. അതെന്നെ അവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ GP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് GPയുടെ രീതിയാണത്, അത് ഇങ്ങനെയാണ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു പെൺകുട്ടി ഒരാളിനെ സംസാരിക്കാൻ അനുവദിക്കണം എന്നുണ്ടെങ്കിൽ ലോകത്ത് ഒരാണുങ്ങൾക്ക് അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് സാധിച്ച ആണുങ്ങളെല്ലാം വളരെ ഗ്രേറ്റുമാണ്. പലരും ചോദിച്ചിട്ടുണ്ട് GPക്ക് ഇപ്പൊ അതിനകത്തൊരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പെൺപിള്ളേരെ വളയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയൊക്കെ ഒരു സംഭവം വരുമ്പോൾ അത് ബാധിക്കില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഇതുവരെയുള്ള കാര്യമായിരുന്നു, ഞാൻ ഇപ്പൊ കോളേജ് പഠിക്കുമ്പോഴും ഞാൻ ഇതുപോലെയായിരുന്നു. പെൺപിള്ളേർക്ക് അറിയാം ഒരു വ്യക്തിനെ അവർക്ക് അനലൈസ് ചെയ്യാൻ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത് എന്ത് പറഞ്ഞ് എന്നെ കളിയാക്കി കഴിഞ്ഞാലും ഞാനായിട്ട് അവിടെ നിൽക്കുമ്പോൾ അവർ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യും. എനിക്ക് ഏറ്റവും കൂടുതൽ ഗസ്റ്റായിട്ട് എന്നെ വിളിക്കുന്നത് വിമൻസ് കോളേജിലേക്കാണ്. അപ്പോൾ അവർക്ക് അതിനകത്തൊരു ഡേഞ്ചർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഐ വോണ്ട് ഗെറ്റ് സച്ച് ഓപ്പർച്യൂണിറ്റീസ്. ആൺപിള്ളേരും കൃത്യമായിട്ട് എന്നെ അത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം എനിക്ക് ബോയ്സ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരെന്നെ ആ രീതിയിൽ തന്നെയാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഐ എം ലൈക്ക് എൻജോയിങ് ഇറ്റ്. കാരണം എനിക്കിപ്പോൾ ഫാൻസ് എന്നുള്ളതിനേക്കാളും കൂടുതൽ ലോകമെമ്പാടും ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ആണ്. ഇപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ എത്ര പേര് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ കേരളം മൊത്തം ഫ്രണ്ട്സ്. എൻജോയിങ് യുവർ സെലിബ്രിറ്റി സ്റ്റേറ്റസ്. എനിക്ക് വരേണ്ടത് ഒരു കലാകാരനാകാൻ വീട്ടിൽ ഒരു നമുക്ക് ഫാമിലിയിലോട്ട് വരാം, അവിടെ നിന്നുള്ളൊരു തുടക്കം സപ്പോർട്ട്. UKG പഠിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും വലിയ സദസ്സിനെ ആദ്യം കാണുന്നത്. അത് എൻ്റെ സ്കൂളിൽ ആനുവൽ ഡേക്ക് ഒരു കവിത ചൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായി സ്റ്റേജിൽ കയറുന്നത്. പാണന്റെ ദുഃഖം എന്ന ONV കവിത. അപ്പോൾ UKG പഠിക്കുന്ന ഒരു പയ്യൻ പാണന്റെ ദുഃഖം എന്ന ONV കവിതയുമായി സ്റ്റേജിൽ കയറണമെങ്കിൽ അത് ഒറ്റയ്ക്ക് സാധിക്കില്ല. അപ്പൊ അന്ന് മുതലേ എനിക്ക് ചെറുതായിട്ട് ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് കുറച്ച് പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോഴേ ഞാൻ വേറൊരു കവിത ചൊല്ലാം. കാരണം UKG കവിത അത് അത്രയും മുമ്പായതുകൊണ്ടും കവിത സത്യം പറഞ്ഞാൽ ഞാൻ പിന്നീട് UKGയിൽ തുടങ്ങി വെച്ചുകൊണ്ടായിരിക്കാം. അച്ഛനാണ് എപ്പോഴും കവിതകൾ പഠിപ്പിച്ചു തരാം. ഞാൻ കവിത എഴുതൊന്നുമില്ല, പക്ഷെ കവിത ചൊല്ലുമായിരുന്നു. അതിനുശേഷം മധുസൂദനൻ നായർ സാറിന്റെ കവിതകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ആലാപനം, വയലാർ കവിതകൾ അദ്ദേഹം ഒരുപാട് എടുത്ത് ഇതാക്കുമായിരുന്നു. അപ്പോൾ മറ്റേ അശ്വമേധം, വാക്ക്, രാവണപുത്രി തുടങ്ങിയ സാധനങ്ങൾ ഞാൻ രാവണപുത്രി ചൊല്ലാം. രാവണപുത്രിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പഠിക്കാൻ ശ്രമിച്ചത്. ബാക്കിയെല്ലാം വീട്ടുകാർ പഠിപ്പിച്ചെന്ന സാധനങ്ങളാണ്. അപ്പോൾ രാവണപുത്രി ഞാൻ പഠിക്കാൻ ആകുമ്പോഴേക്കും ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് ആയി. അപ്പോഴേക്കും പിന്നെ എന്നെ വിട്ടു. ഇനി വേണമെങ്കിൽ ഒറ്റയ്ക്ക് പഠിച്ചു പോയിക്കോളൂ. പിന്നെ എനിക്ക് അഭിമാന പ്രശ്നമായി. കാരണം എല്ലാ കൊല്ലും കവിതയ്ക്ക് കൃത്യമായി ഫസ്റ്റൊക്കെ വാങ്ങി വന്നിരുന്ന ആള് പിന്നെ വീട്ടുകാർ വിടുകയും ചെയ്തു. ഇനിയിപ്പോൾ പോയില്ലെങ്കിൽ അഭിമാന പ്രശ്നമായി, പോയി ചൊല്ലും ചെയ്യണം, ഇനി ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നം. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടി പഠിച്ചൊരു സാധനമാണ്. അതെ, റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ രാവണപുത്രിയത്തൊരു സംഭവം. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം. യുദ്ധം കഴിഞ്ഞു
കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം. രക്തമൊഴുകി തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ. ധൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ. തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു ശവകുടീരങ്ങളിൽ. ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ. ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ. കൃഷ്ണമണികൾ മറിയും മിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ. മൃത്യു ജീവാണുക്കൾ കുത്തി വിഴുങ്ങും ശിരോമണ്ഡലങ്ങളിൽ. അപ്പോഴും രാവണന് ഉള്ളിലൊരു അന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി. ഓർമ്മകൾക്കുള്ളിൽ മണിച്ചിലമ്പും കെട്ടി ഓടി നടക്കുന്നു പിന്നെയും മൈഥിലി. എന്ത് ശക്തിയല്ലേ ഞാൻ കവിതകൾക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോ എന്നെ കൊണ്ട് കവിത ചെല്ലിപ്പിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതാണ് അപ്രതീക്ഷിതമായി പണ്ട് സ്കൂളിൽ വിട്ട് മറന്നൊരു സാധനമാണ്. എനിക്ക് വരികൾ പോലും കൃത്യമായിട്ട് ഓർമ്മയില്ല. പാടന്റെ ദുഃഖം ഒട്ടും പെട്ടെന്ന് തന്നെ പാടാൻ പറഞ്ഞപ്പോഴേ വെരി നൈസ്. ഭയങ്കര രസമുണ്ടായിരുന്നു. പാടന്റെ ദുഃഖം ഇങ്ങനെ പാടിയതിൻ പൊരുളുകൾ പാഴായി പാടണമെന്നോ വീണ്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. പവർഫുൾ ലൈൻസ്. ഇത് ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫീലിലേക്കോ അതിന്റെ ഒരു മൂഡിലേക്കോ അല്ല. പണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റേറ്റ് ലെവലിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയായിരുന്നു മലയാളം റെസിറ്റേഷൻ. CBSE ലെവലിൽ കേട്ടോ. ഞാൻ CBSE പഠിച്ചോളൂ. അപ്പോൾ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ്. അപ്പോൾ എല്ലാ കൊല്ലം സ്ഥിരമായിട്ട് നമ്മൾക്ക് ഒരേ കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കും. കാരണം എല്ലാ സ്കൂളിൽ നിന്നും ഫസ്റ്റ് കിട്ടുന്ന ആൾക്കാരെ വരാം. എല്ലാ സ്കൂളിൽ നിന്നും ഫസ്റ്റ് കിട്ടിയ ഒരേ വ്യക്തികളാണ്. അപ്പോൾ എൻ്റെ സ്കൂളിൽ നിന്ന് ഞാൻ കവിതയ്ക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറുമ്പോൾ തന്നെ പറയും അതിപ്പോൾ അവനുള്ളതാണ്. അപ്പോൾ അതുപോലെ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് ശരിക്കും ഒരു അഭിമാന പ്രശ്നമാണ്. കാരണം എല്ലാ കൊല്ലം എനിക്കറിയാം മറ്റുള്ള സ്ട്രെങ്ത് എന്താണ്. ശരിക്കും ഒരു സ്പോർട്സ് മീറ്റിന് പോകുന്ന പോലെ ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിന് പോവുക. കാരണം മൂപ്പരെ എടുക്കാൻ സാധ്യതയുള്ള മൂപ്പരുടെ സ്ട്രെങ്ത് വീക്ക്നെസ് എല്ലാം വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകണം. കാരണം മൂപ്പര് ഈ ഒരു കവിത എടുക്കാൻ സാധ്യത ഉണ്ട്, ഈ ഒരു സാധനം മൂപ്പര് നന്നായിട്ട് യൂസ് ചെയ്യും. അപ്പൊ എൻ്റെ ഒരു എപ്പോഴും സ്ട്രെങ്ത് മധുസൂദൻ നായർ, അല്ലെങ്കിൽ ഇത് മധുസൂദൻ നായർ സാർ പാടിയതാണ് വയലാർ കവിതയാണ്. വരികളുടെ ഒരു ശക്തി വെരി പവർഫുൾ. ഇൻഫർമേഷൻ ടു ദ പബ്ലിക്. ഇന്ന് വീണ്ടും ഫുഡുമായി റിലേറ്റഡ് ആയിട്ടൊരു ഇൻഫർമേഷനാണ്. നമുക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ട്. പേര് പറയണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഇൻഫർമേഷൻ ഇതാണ്. പല ഫുഡ് നമുക്ക് വരുന്നത്, അതായത് ഹെൽത്ത് ടോണിക്സ്, അതാണ് നമ്മൾ ഒരുപാട് ഹെൽത്ത് ടോണിക്സ് കുടിക്കാറുണ്ട്. അതിൽ പലതും കണ്ടുപിടിച്ചിട്ടുള്ളത് വേസ്റ്റ് ലെഫ്റ്റ് ആഫ്റ്റർ ഓയിൽ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഗ്രൗണ്ട് നട്ട്, വിച്ച് ഈസ് ഫുഡ് ഫോർ ആനിമൽസ്. ഫ്രം ദിസ് വേസ്റ്റ് ദേ മേക്ക് ഹെൽത്ത് ടോണിക്. അയ്യോ, ഭയങ്കരമായൊരു ഇൻഫർമേഷൻ ആണ്. ചുമ്മാതല്ല അയച്ച ആള് പേര് വെക്കാത്തത്. പുലർക്കാലത്തിലൂടെ ഞങ്ങൾ എപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് പുലർക്കാലത്തിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് നല്ല ഗ്രീറ്റിംഗ്സ്, നല്ല കാര്യങ്ങൾ, നിങ്ങൾ ഞങ്ങളുടെ ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം അയക്കൂ, നിങ്ങളുടെ പേരും വെക്കണം. അല്ല, ഇതില് വെക്കാത്തത് ഈ ഹെൽത്ത് ടോണിക്സ് ഒക്കെ നമ്മൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ഇന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അത് കണ്ടാൽ നമുക്ക് എത്ര പേർക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രൗണ്ട് നട്ട്, അതിൻ്റെ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ആ ചണ്ടി എന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് തീറ്റയായി കൊടുക്കുന്നതാണ്. അതിൽ നിന്നുമാണ് നമ്മുടെ പല ഹെൽത്ത് ടോണിക്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനെയാണ് നമ്മൾ രാവിലെ പാലിലൊക്കെ കലക്കി കുടിക്കുന്നത്. അതിൻ്റെ ഒരു കുറേ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല, പേരുകളൊന്നും ഞാൻ വായിക്കുന്നില്ല. കമ്പനി പേരുകളൊക്കെയുള്ള ഇതൊക്കെ നിങ്ങൾ കുടിക്കുമ്പോൾ ഓരോ വലിയ പരസ്യങ്ങൾ, ക്രിക്കറ്റേഴ്സും സിനിമാ താരങ്ങളും മോഡൽസും ഒക്കെ വന്ന് പരസ്യത്തിലൂടെ പറഞ്ഞ് നമ്മളെ കുടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഡ്രിങ്ക്സ്, ഹെൽത്ത് ഡ്രിങ്ക്സ്. ഒരു രസകരമായ ഒരു കാര്യം പറയുന്നു. ഈ പരസ്യം എന്ന് പറയുന്ന സാധനം നമുക്ക് അയക്കുമ്പോൾ നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നത് എന്തായാലും നല്ലതാണ്. പരസ്യത്തിലൂടെയാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. ഇപ്പോൾ താര പറഞ്ഞ പോലെ തന്നെ ക്രിക്കറ്റേഴ്സും സിനിമാ താരങ്ങളൊക്കെ പറയുന്നത് പരസ്യമാണ്.
അവരത് കാശിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇത് രഹസ്യവുമാക്കി. പക്ഷെ അവരാരും ഇത് കഴിക്കാറില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ എപ്പോഴും ഡോണ്ട് ഗെറ്റ് ഡിസീവ്ഡ്, കസ്റ്റമേഴ്സ് ഡിസീവ്ഡ് ആവാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഉണരൂ ഉപഭോക്താവെ ഉണരൂ. ജാഗോ എപ്പോഴും പറയുന്നു. ജാഗോ ഇന്ത്യ ജാഗോ. നന്നായിട്ട് പാടുന്നു. പാടുന്നു. സിനിമയില് ഇനി പാടാൻ അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജിബി പാടിയോ? ഞാനിപ്പം 32-ാം അധ്യായം 23-ാം വാക്യം എന്ന് പറഞ്ഞ ഇപ്പൊ ഈ പ്രൊമോ സോങ് അവരെല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഞാനൊരു സോങ് പാടി. പിന്നെ ബിജുവാലേട്ടൻ വളരെ കൂളായതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ഭയങ്കര ഒരു ഗായകനൊന്നുമല്ല. ആ പാട്ട് പാടാമോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. കൂടുതൽ ഇൻസ്ട്രുമെന്റേഷന്റെ ബാക്കപ്പാണ് ആ പാട്ടിനെ ഇതാക്കുന്നത്. പക്ഷെങ്കിലും താഴെ വീണുവോ വിണ്ണിൽ നിന്നുമെൻ തലവരക്കുറിപ്പ് പുസ്തകം, താഴെ വീണുവോ വിണ്ണിൽ നിന്നുമെൻ തലവരക്കുറിപ്പ് പുസ്തകം, 8-10 വരികൾ വീതമങ്ങുമിങ്ങുമേടിൽ നിന്നും മായിച്ചതാണെൻ്റെ ആകെയുള്ള ധർമ്മസങ്കടം, താഴെ വീണുവോ വിണ്ണിൽ നിന്നുമെൻ തലവരക്കുറിപ്പ് പുസ്തകം. അതുപോലെ ക്യൂട്ടായിട്ടുള്ളൊരു പാട്ടാണ്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണ്. ആ ടൈറ്റിൽ വളരെ 32-ാം അധ്യായം 23-ാം വാക്യം. ഇപ്പോഴത്തെ ഈ മലയാള സിനിമകളുടെ ടൈറ്റിൽ പഠിച്ചിട്ട് വേണം പോകാൻ അല്ലെ? ടിക്കറ്റ് ഞാൻ ചോദിച്ചു, എന്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് എന്തൊരു പേര്, അത് ആളുകൾ എങ്ങനെ പറയും, എനിക്കെന്നെ പറയാൻ പറ്റുന്നില്ല. ഞാൻ പലരും ആൾക്കാരെ തെറ്റിച്ചൊക്കെ പറയും 32-ാം വാക്യം 43-ാം വാചകം എന്നിറങ്ങുന്നു. ഈശ്വര അങ്ങനെയല്ല സിനിമ. അതാണ് സങ്കടം. നമ്മുടെ സിനിമയെ കംപ്ലീറ്റ് ആയിട്ട് തെറ്റിച്ചത്. 550-ാം വാക്യം, 750. എന്റെ പ്രൊഡ്യൂസർ അത് ഓർക്കാൻ പറഞ്ഞതാ. പ്രൊഡ്യൂസറിന്റെ പ്രായം ഓർത്താൽ മതി. 32-ാം അധ്യായം വാക്യം. പിന്നെ എന്റെ പ്രായമാണ് ബാക്കിയുള്ള 23-ാം വാക്യം. രണ്ടുപേരും ഞാൻ വന്നപ്പോ തന്നെ നുണ പറഞ്ഞ് കളിക്കുകയായിരുന്നു. പക്ഷെ ആ സിനിമയ്ക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ 23 എന്നുള്ള നമ്പറിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമ സഞ്ചരിക്കുന്നത്. ആ നമ്പറിന് വളരെ പ്രാധാന്യമുണ്ട്. 23 തിരിച്ചിടുമ്പോഴാണ് 32 ആവുന്നത്. ഈ 32-ാം അധ്യായം 23-ാം വാക്യത്തിന് ഈ സിനിമയുടെ ക്ലൈമാക്സുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഈ വാക്യം അതിനെ ക്ലൈമാക്സിനെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ആ ടൈറ്റിൽ ഇട്ടത്. കാരണം എനിക്ക് ഈ ടൈറ്റിൽ പറഞ്ഞപ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കഥ കേട്ട് കഴിഞ്ഞ് ഈ ടൈറ്റിൽ കേട്ടപ്പോൾ അതാ ഞാൻ പറഞ്ഞു. അല്ല, 32-ാം അധ്യായം 23-ാം വാക്യം ശരിക്കും ബൈബിൾ വചനമാണ്. ബൈബിൾ വചനത്തിൽ ഈ പറയുന്ന വചനം ഈ സിനിമയുടെ ക്ലൈമാക്സിനെ കൃത്യമായി ന്യായീകരിക്കുന്നു. ഈ വചനവും അതുപോലെ തന്നെ ഈ ക്ലൈമാക്സും ഒന്നാണ്, ഞങ്ങളുടെ സിനിമയുടെ ക്ലൈമാക്സും. അതുകൊണ്ടാണ് അവരത് ഇടുന്നത്. പിന്നീടുള്ള വേറൊരു കാരണം 23 എന്നുള്ള നമ്പറിലൂടെയാണ് സിനിമ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തുള്ള കഥാപാത്രം എവിടെ നോക്കിയാലും 23 എന്നുള്ള നമ്പർ ഇയാളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. 23 എന്നുള്ള നമ്പർ വെച്ചാണ് അദ്ദേഹം പിന്നെ ഇതിനകത്തുള്ള കുറെ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നത്. 23 ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അയാളുടെ പേര് കണക്കൂട്ടി വരുമ്പോൾ 23 വരുന്നത്. അയാൾ ചിലപ്പോൾ സമയം നോക്കുമ്പോൾ 11 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23:00. അയാളുടെ ബൈക്കിന്റെ നമ്പർ 2030. 23. അങ്ങനെ ഒരു ഇത് സ്ക്രിപ്റ്റ് നമ്മുടെ 2 പിള്ളേരാണ്, അർജുൻ ഗോകുൽ എന്ന് പറഞ്ഞ സിബി സാറിന്റെ സ്റ്റുഡൻസ് ആണ്. നിയോ സ്കൂളിൽ പഠിച്ചത്. ഒരാളുടെ വയസ്സ് 22-ഉം മറ്റാളുടെ വയസ്സ് 24-ഉമാണ്. അപ്പൊ ഞങ്ങൾ പറയും ഒരാൾ 23-ലേക്ക് കിടക്കുന്നു, മറ്റാൾ 23-ന്ന് മാറി. എന്താ ഏറ്റവും രസം എന്താ പറയുക, 23 എനിക്ക് ഈ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യാൻ കാരണം, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പോപ്പുലർ അവതാരകനായതിനു ശേഷം എൻ്റെ അടുത്ത് ഒരുപാട് സ്ക്രിപ്റ്റുകൾ വന്നു. അപ്പം ഞാൻ ആ സ്വഭാവമുള്ള എൻ്റെ GP സ്വഭാവമുള്ള വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ സിനിമ ഞാൻ ചെയ്യാൻ കാരണം, ഒന്ന്, GP പൊതുവെ കാസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു സിനിമയാണത്. GP ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു കവിത പാടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കവിത ചൊല്ലുന്നു, GP അറിയുന്ന ആളുകൾ വിചാരിക്കില്ല. അപ്പം അങ്ങനത്തെ ഒരു ഷെയ്ഡ് എനിക്കുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഇങ്ങനെ കവിത വെച്ച് ആരും കേൾക്കൂല, അത് വേറെ കാര്യം. GP ആയി നിന്നാലാണ് ആളുകൾ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് പോകും, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ അധികം കവിത ചൊല്ലാത്തത്. ചുമ്മാ പറഞ്ഞ തമാശ. ഞാൻ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ ഒരു ഷെയ്ഡ് ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ അതുപോലെ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോംപ്ലിമെന്റ് ആണോ അല്ലേന്ന് അറിയില്ല. എൻ്റെ അടുത്ത് ഞാൻ ഈ കവിത ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് ഈ കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സംവിധായകർ പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്തുകൊണ്ട്, ഞാൻ പറഞ്ഞു വളരെ വ്യത്യസ്തമായ ആളുകൾ കണ്ട് പരിചിതമായിട്ടുള്ള GP അല്ലാതെ വേറൊരു GPനെ ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യണം. അതാണ് ഞങ്ങൾ GP ചേട്ടൻ്റെ അടുത്ത് വന്നത്. ഓക്കെ,
അപ്പം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ച് മെച്യൂരിറ്റി ഉള്ള വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ഇരുത്തം വന്ന ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ആദ്യം പറഞ്ഞ പോയിന്റ് സ്ഥിരം ആളുകൾ കാണാത്തൊരു ജീവി എന്നിട്ട് പറയുന്ന ക്വാളിറ്റീസ് ആണ് മെച്യൂരിറ്റി ഉള്ള, ഇരുത്തം വന്ന, കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള. അപ്പൊ ഇതൊന്നും എനിക്ക് ഇല്ല എന്നുള്ളത് അവർ തുടക്കത്തിലേ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ അടിവരയിട്ട് പറഞ്ഞു. പക്ഷെ അതെനിക്ക് രസമായി തോന്നി. അത് രണ്ടാമത്തെ കാര്യം, ഈ സിനിമയുടെ കഥ മുഴുവൻ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ചെയ്തു നോക്കിയത്, അവർ പോയി കഴിഞ്ഞപ്പോൾ 23, എൻ്റെ വണ്ടർ നമ്പറിൽ 23 ഉണ്ടോ? ഞാൻ സമയം നോക്കി, ഇപ്പോഴത്തെ സമയം 23 ബന്ധമുണ്ട്. പക്ഷേ ഏറ്റവും രസം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, 22 23 ആവുന്നു ഒരാളുടെ പ്രായം 23 കഴിഞ്ഞ് 24 GP നമ്മളിപ്പോൾ ABCDEFG 7, പിന്നെ P16 7 16 23, മിയ MIA കറക്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 23 ഹീറോയിൻ. മിയ ആ സെറ്റിൽ വെച്ചാണ് അവളുടെ 23ാമത്തെ പിറന്നാൾ ആഘോഷിച്ചത്. പിന്നെ നമ്മൾ ഇതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ഇതിനകത്ത് കഥാപാത്രം. കോയിൻസിഡൻസ് ആണ് മാത്രം നമ്മളത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനകത്തുള്ള മെയിൻ ക്യാരക്ടറിനും ഉള്ള പ്രശ്നം ഇതാണ്. ഇയാൾ എവിടെ നോക്കിയാലും 23. ഞാൻ പറയട്ടെ, ഈ മലയാള സിനിമ ഒരു കാലഘട്ടത്തിൽ കുറേ പൈങ്കിളി കഥകൾ, കുറേ കുടുംബ കഥകൾ, പിന്നെ കുറേ ഹൊറർ, പിന്നെ കുറേ ക്രൈം, പിന്നെ കുറേ പൊളിറ്റിക്സ് അങ്ങനെയൊക്കെ വന്നു. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം നമ്മളൊരു വെസ്റ്റേൺ അല്ലെങ്കിൽ പുറത്തുള്ള ഒരു കഥ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, പ്രത്യേകിച്ച് 2 പയ്യന്മാരെ വന്നിട്ട് ഇങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഇതൊരു ഞാൻ കണ്ടുപരിചിതമായിട്ടുള്ള ഒരു മലയാള സിനിമയായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ ഫോറിൻ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഞങ്ങൾ ഒരുപാട് ഹോളിവുഡ് സിനിമകൾ കാണുന്നതാണ്. ഞങ്ങൾ അവർ ആദ്യം തന്നെ ഒരു 5 സിനിമകൾ എടുത്ത് നിരത്തി വെച്ചു. ഈ സിനിമ ഇതൊക്കെ ഞങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിനിമകളാണ്. ഈ 5 സിനിമയിൽ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും, കാരണം അവർ ഈ സിനിമകളെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നുണ്ട്. ആ സിനിമയിൽ നിന്നൊക്കെ അവർ പല എൻറ്റിറ്റീസും എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് അവര് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ആ ട്രീറ്റ്മെന്റും അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അതിനെ ഭയങ്കരമായിട്ട് മലയാളീകരിച്ചിട്ടുണ്ട്. കാരണം അവര് പറഞ്ഞ സിനിമകളൊന്നും മലയാളത്തിലാക്കാൻ എളുപ്പമല്ല. കാരണം അത് ഭയങ്കര അവരുടെ കൾച്ചറുമായിട്ട് തട്ടി നിൽക്കുന്ന 5 സിനിമകൾ അവർ പറഞ്ഞു. ഞാൻ ഈ 5 സിനിമ എന്ത് ചെയ്യും? പറഞ്ഞു ശരിയാണ്, അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഈ 5 സിനിമകളെ എടുത്ത് അത് ഇവിടുത്തെ ഒരു രീതിയിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ ഇൻസ്പയർഡ് ആയിട്ട് പുതിയ കാര്യം ഞങ്ങൾ ഉണ്ടാക്കി, ഇതിനെല്ലാം ഒരു കണക്ഷനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ച്, സോ ഇറ്റ് ബിക്കംസ് എ കംപ്ലീറ്റ്ലി ന്യൂ പ്രോഡക്റ്റ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്വഭാവം, ഒരു വ്യത്യസ്തത ഉണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയാണ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ, ഞങ്ങൾ കാണുന്ന സിനിമകൾ അങ്ങനത്തെ സിനിമകളാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായി ചെയ്യുന്ന സിനിമയും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിനിമയാവണം. ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണോ ഇതെടുത്തത്? ഫുൾ സ്ക്രിപ്റ്റാണ് അവർ സ്ക്രിപ്റ്റും കൊണ്ടാണ് വന്നത്. ഞാൻ അത് മുഴുവൻ വായിച്ചിട്ടാണ് അവർ ഫുൾ അതെ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് കഥ പറയണ്ട, എനിക്ക് ഫുൾ സ്ക്രിപ്റ്റ് പറഞ്ഞാൽ മതി. കാരണം ഞാൻ അന്ന് ഭയങ്കര ടയർഡായിട്ട് റൂമിലിരിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും കയറി വരുന്നത്. അപ്പോൾ ഇവർ ഫുൾ വായിച്ചു തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വായിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ അന്ന് തന്നെ 3-4 കഥകൾ കേട്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഉറങ്ങിയിരിക്കുകയാണ്. ആദ്യത്തെ ഒരു 4-5 സീൻ കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ എഴുന്നേറ്റിരുന്നു. ആ എഴുന്നേറ്റിരുന്ന സീൻ ഞാൻ പറഞ്ഞുതരാം. ഇയാൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് ഈ സിനിമയിൽ. ഇതിലെ നായകന് ഒരു പുസ്തകമാണ് ഇതിലത്തെ ഗിഫ്റ്റ്. ആ പുസ്തകത്തിൻ്റെ ആമുഖമാണ് ഈ കഥയോ ഇതിലെ കഥാപാത്രങ്ങളോ തികച്ചും സാങ്കല്പികം മാത്രം. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി എന്തെങ്കിലും സാമ്യമുണ്ടെങ്കിൽ തുടർന്ന് വായിക്കാതിരിക്കുക. അപ്പൊ അത് ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അത് കേട്ടോടുകൂടിയിട്ട് ഞാൻ ഇങ്ങനെ പറച്ചു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്നു. പിന്നെ എന്നിട്ട് ബാക്കി. അപ്പൊ അതായിരുന്നു സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ക്രിപ്റ്റ് സിനിമയാക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം അത് ഭയങ്കരമായിട്ട് നമ്പേഴ്സുമായിട്ട് കോറിലേറ്റഡ് ആയതുകൊണ്ട് ഭയങ്കര ഒരു എലമെന്റ് ഓഫ് മെച്യൂരിറ്റി ഉള്ള അവരെന്റെ അടുത്ത് പറഞ്ഞു തന്നെ എനിക്ക് അങ്ങോട്ട് പറയണ്ടായിരുന്നു. കുറച്ച് പക്വതയുള്ള ആൾക്കാർക്ക് ഇത് സിനിമയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ മക്കളെ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? പക്ഷെ വെരി സ്ട്രോങ് എന്ന് പറഞ്ഞു. ഇതിപ്പോ ഒരു മഹത്തായ സിനിമയുണ്ടോ, അവർക്ക് അത്രയും മഹത്തായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ാണ് അവർ അഭിനയിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സീൻ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അവർ മറ്റേ GP ചേട്ടൻ കയറി വന്നു. എടാ GP ചേട്ടനല്ലേ അഭിനയിക്കുന്നത്? അല്ല അത് വേണ്ട, ഞങ്ങൾക്ക് ഇത്രയും ചിരി വേണ്ട, ആ ചിരി ഒന്ന് കുറയ്ക്കോ, ചിരി കുറയ്ക്കും, ഇച്ചിരി ഗൗരവമാകും. ഇതായിരുന്നു അവരെന്റെ അടുത്ത് പറഞ്ഞൊരു സംഭവം. പിന്നെ അവര് ഏറ്റവും രസകരമായിട്ട് വളരെ അത്ര എളുപ്പത്തിൽ ആൾക്കാരെ ഒബ്സർവ് ചെയ്യാത്തൊരു സാധനം അവർ തുടക്കത്തിലുള്ള 4 ദിവസം കൊണ്ട് ഒബ്സർവ് ചെയ്തു. അതെനിക്ക് ഭയങ്കര രസമായി തോന്നി. അവർ പറഞ്ഞൊരു പോയിന്റ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ ചില ഷെയ്ഡുകൾ. ഇപ്പം ഞാനൊരു കവിത ചൊല്ലുന്നു വിചാരിക്കില്ല, GP ചേട്ടൻ്റെ ഒരു പ്രശ്നം എന്താ അറിയാമോ? ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നിങ്ങൾ ഭയങ്കര പക്വതയുള്ള ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തോന്നും. ചില സമയത്ത് നിങ്ങൾ വെറും കുട്ടിക്കളി കളിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെന്ന് തോന്നും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഈ കുട്ടിക്കളി ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അപ്പോൾ ഈ ക്യാരക്ടർ എന്നൊക്കെ പോകും. അപ്പോൾ അതിനെ മാറ്റി നിർത്തിയിട്ട്
നിങ്ങളുടെ മറ്റേ ഷെയ്ഡ് മാത്രം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ക്യാരക്ടറാവും. അപ്പം അത്രയൊക്കെ ചിന്തിക്കാൻ അവർക്ക് പറ്റണമെങ്കിൽ, അത്രയൊക്കെ ഒബ്സർവേഷൻ അവർക്കുണ്ടെങ്കിൽ അവർ വളരെ ക്ലിയർ ആയിരുന്നു. അവരതുകൊണ്ടാണ് ജീപ്പ് എടുത്ത് തന്നെ വന്നത്. അത് ഭയങ്കര രസമായിരുന്നു. പൊതുവെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു ടേമാണ് ന്യൂജൻ. പക്ഷെ അതിനൊരു വലിയ മാറ്റമായിരിക്കും ഈ സിനിമയും ഈ രണ്ടുപേരും എനിക്ക് തോന്നുന്നു, അല്ലേ? അതെ, കുറച്ച് അവരുടെ ഉള്ളിലും ചിന്തകളുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളതുണ്ട്, കോൺഫിഡന്റ് ആയിട്ടുള്ളതുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ സിനിമയില്ലെങ്കിൽ അടുത്ത സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് അവരുടെ ഒരു സ്ട്രെങ്ത്തും പവറും അവരുടെ അതിനോടുള്ള ഒരു താല്പര്യം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെങ്കിൽ ഈ സിനിമയിൽ അത് തീർച്ചയായിട്ടും ഈ സിനിമ ഒരു സ്പാർക്ക് ഉണ്ട് അവരുടെ. ഈ സിനിമയിലെങ്കിൽ അടുത്ത സിനിമയിൽ അവരുടെ മാർക്ക് മലയാള സിനിമയിൽ സെറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ന്യൂജൻ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് സത്യം പറഞ്ഞത് ടോക്ക് ബിറ്റ്വീൻ യു ആൻഡ് us, it's a vaccination for Malayalam movie. മലയാളം മൂവി നീഡ്സ് എ വാക്സിനേഷൻ. ഒരുപാട് മാറ്റമല്ല, ഒരു ചില രോഗങ്ങൾ പിടിപെട്ട് കിടക്കുകയാണ്. ഇപ്പം ഇതിനൊരു വാക്സിനേഷൻ ആര് കൊടുക്കും? ന്യൂ ജനറേഷനിലുള്ളവർ തന്നെ വരണം. എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ നമ്മൾ ടേം കൊടുത്തു, പക്ഷെ ഈ ഒരു പ്രതിഭാസം എപ്പോഴും മലയാള സിനിമയിൽ ഉണ്ട്. ഇപ്പൊ നമ്മളെപ്പോഴും ക്ലാസിക്സ് ആയി പറയുന്ന പത്മരാജൻ ഭരതൻ സാറിന്റെ സിനിമകളിലും അന്നത്തെ ന്യൂ ജനറേഷൻ ഫിലിംസ് ആയിരുന്നു. ഡ്യൂറിങ് ദാറ്റ് ടൈം തൂവാനത്തുമ്പികളും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഒരുപാട് സിനിമകൾ വാസ് എ ന്യൂ ജനറേഷൻ ഫിലിം ദാറ്റ് ടൈം. അത് കഴിഞ്ഞിട്ടും സിദ്ദിഖ് ലാൽ സിനിമ ന്യൂ ജനറേഷൻ സിനിമയായിരുന്നു. എപ്പോഴും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, അത്രയും മാസീവ് സ്ക്രിപ്റ്റ് ആണ്. ഇപ്പോൾ ഫോറിൻ ഫിലിംസിന്റെ ഇൻഫ്ലുവൻസ് എടുക്കുകയാണെങ്കിൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കണ്ട ഗുഹയിൽ കൂടെ പോയി ടിക്കറ്റ് എടുത്ത് 50 പ്രാവശ്യം കണ്ടാണ് പറങ്കിമല. പറങ്കിമല ഈസ് ബ്ലൂ ലഗൂൺ. പറങ്കിമലയിലാണ് ആദ്യമായിട്ട് ഭരതൻ ഒരു അണ്ടർ വാട്ടർ പോലെയുള്ള സാധനം, ഹാഫ് വാട്ടർ, അണ്ടർ വാട്ടർ അല്ല, ഇവിടെ വെള്ളം ഇവിടെ ക്യാമറ. എന്തൊരു പടമായിരുന്നു. ഹൗ ഡു യു ഫീൽ ലൈക്ക് വാച്ചിങ് തകര നൗ? യു വിൽ അഗൈൻ വാച്ച്. ഒരു സെക്കൻഡ് നമ്മൾ ആ തിയേറ്ററിൽ നിന്ന് പുറത്തു പോകില്ല. എപ്പോഴുമുള്ള എക്സ്പോഷേഴ്സ്. ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്ത ഡിഫറൻസ് മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് വായനാശീലം കുറച്ചും കൂടെ ഡീപ്പ് റൂട്ടഡ് ആയതുകൊണ്ടും ആളുകളിൽ കൂടുതൽ അറ്റൻഷൻ, ഇപ്പൊ ടെലിവിഷൻ പോലെയുള്ള സംഭവങ്ങളും സിനിമാ മാധ്യമം മാത്രമാണ്, ടെലിവിഷന്റെ ഇത്രയും സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ വായനയിലായിരുന്നു കൂടുതൽ അറ്റൻഷൻ. അപ്പോൾ അവരെന്നെ സ്വാധീനിച്ചിരുന്നത് നോവലുകളും പിന്നെ റെവല്യൂഷണറി ആയിട്ടുള്ള തോട്ട്സുകളും കുറച്ചൊരു ബുദ്ധിജീവിസം ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ആ സംഭവങ്ങളുമായിരുന്നു. സ്വാഭാവികമായിട്ടും അന്നത്തെ വിഷ്വൽ മീഡിയയിലും അന്നത്തെ മാധ്യമങ്ങളിലും അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ജനറേഷൻ വായിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഞങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല. കാരണം എന്താണെന്ന് അറിയോ? ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. വി ഹാവ് വിഷ്വൽ മീഡിയ, വി ഹാവ് ഇന്റർനെറ്റ്, വി ഹാവ് സോ മെനി തിങ്സ്. അപ്പോൾ ഞങ്ങൾക്ക് കുത്തിയിരുന്ന് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് അത്ര താല്പര്യം വേണം ആ പുസ്തകത്തിനോട്. ഇപ്പോൾ വി മേ റീഡ് എ ചേതൻ ഭഗത്. ഒരു ചേതൻ ഭഗത്ത് വായിക്കാനുള്ള കാരണം ഇപ്പോഴത്തെ ഒരു ലൈറ്റ് ഹാർട്ടഡ് സ്വഭാവമുള്ള ഞങ്ങളുടെ കോളേജിൽ നടക്കുന്ന ഞങ്ങൾ പറയാൻ സാധ്യതയുള്ള തമാശകളുടെ ഒരു പുസ്തകമാണ്. അത് ഞങ്ങൾ വായിക്കും. പക്ഷെ പണ്ടത്തെ റെവല്യൂഷണറി തോട്ട്സ് ഒക്കെ ഇതാക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു പുസ്തകം തന്നു കഴിഞ്ഞാൽ ഒന്നും ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഞങ്ങളത് കണ്ടിട്ടില്ല. എമർജൻസി കാലഘട്ടം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പണ്ടത്തെ ബുദ്ധിജീവിസം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഞങ്ങൾ അതിനുള്ള എക്സ്പോഷർ ഇല്ല. ഞങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളെ എപ്പോഴും സ്വാധീനിച്ചിരുന്നത് സച്ചിൻ തെണ്ടുൽക്കറും ലാലേട്ടനും തുടങ്ങിയ ആൾക്കാരാണ്. അതായിരുന്നു ഞങ്ങളുടെ അതായിരുന്നു ഞങ്ങളുടെ എക്സ്പോഷർ. സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സിനിമകൾ റാംജി റാവ് സ്പീക്കിംഗ് പോലെയുള്ള സാധനങ്ങൾ ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ടെലിവിഷൻ വന്നുകൊണ്ടിരിക്കുന്ന സംഭവം, അപ്പോൾ ടെലിവിഷനിലുള്ള തമാശകൾ, റിയാലിറ്റി ഷോസ്, അത് ഞങ്ങളെ സ്വാധീനിക്കും. അതിൻ്റെ ലൈറ്റ് ഹാർട്ടഡ് കോമഡി നേച്ചേഴ്സ്, മിമിക്രി പോലെയുള്ള സാധനം ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടായത് ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്. മിമിക്രിയുടെ ഇൻഫ്ലുവൻസ് ഞങ്ങൾ പിള്ളേരിൽ എല്ലാവരും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കോമഡികൾ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും കോളേജിൽ. ഇപ്പോൾ വേലക്കാരിയായിരുന്നാലും നീയൻ മോഹനോലിന്നും സ്ഥിരമായിട്ട് സിനിമ ഡയലോഗുകളുമാണ് ഹോസ്റ്റലുകൾ പറയുക. ബിക്കോസ് ദാറ്റ് ഈസ് ദ മീഡിയ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് us. അത് ഞങ്ങൾ ബൈബിളായിട്ട് കരുതുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിഫ്റ്റ് വന്നത് കണ്ടന്റിൽ നിന്നും പ്രസന്റേഷനിലേക്കാണ്. ഇപ്പോഴുള്ള സിനിമകൾ, ഇപ്പം എത്രയോ മുമ്പും ഒക്കെ പറഞ്ഞ സിനിമകളെ എത്ര വ്യത്യസ്തമായി പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇതുവരെ ആളുകൾ കാണാത്ത എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആളുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമകളിലോ ഉണ്ടായിരുന്ന എനിക്ക് തോന്നിയിട്ടുള്ള പ്രകടമായ വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ടെക്നിക്കാലിറ്റീസ്, പ്രസൻറ്റേഷൻ, സ്റ്റൈൽ ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, അത്. പിന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പത്തേക്കാൾ കൂടുതൽ പുറത്തുള്ള സിനിമകളും അവരുടെ കൾച്ചറും അവരുടെ എക്സ്പോഷറും ഞങ്ങൾക്കുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു പ്രായത്തിൽ തന്നെ ഞാൻ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള ഒരുവിധം മസ്കറ്റ്, ബഹ്റിൻ, ദുബായ് പോലെയുള്ള സ്ഥലത്തും കാനഡ, അതിൽ തന്നെ ഇപ്പോൾ എഡ്മണ്ടൺ, കാലറി, ടൊറൻറ്റോ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി വന്നു ഓൾറെഡി.
ഇപ്പൊ എന്നെ പോലൊരു വ്യക്തി ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യുമ്പോൾ എനിക്ക് അത്രയും എക്സ്പോഷർ ഉണ്ട്. ഐ ഹവ് സീൻ സോ മെനി പ്ലേസസ്. പണ്ടത്തെ ആൾക്കാർക്ക് അത് എളുപ്പമായിരുന്നില്ല. ഒരാഴ്ചക്കാലത്ത് പോവാത്തവരെ ഉണ്ടായിരുന്നു. ഇപ്പൊ അമേരിക്കയിൽ പോവാന്ന് പറഞ്ഞാൽ പണ്ട് വലിയ കാര്യമായിരുന്നു. ദുബായ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. ഇപ്പോഴത്തെ കിഡ്സിന് അവരതുമായിട്ട് ഇന്റർനെറ്റിലൂടെയും അല്ലെങ്കിൽ ഒക്കെ ഞങ്ങൾ എക്സ്പോസ്ഡ് ആണ്. അപ്പൊ അതാണ് ഞങ്ങളുടെ പ്രസന്റേഷൻ സ്റ്റൈലിലേക്ക് വരുന്നത്. ന്യൂ ജനറേഷനിലെ കുട്ടികൾ എത്ര ഫോക്കസ്ഡ് ആണ്, എത്രത്തോളം റെസ്പോൺസിബിൾ ആണ്. അവരവരുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ കരിയറിനോടും അവരുടെ ഓഡിയൻസിനോടും അവരോടും അവർ എത്ര കമ്മിറ്റ്മെന്റോടെ എത്ര സിൻസിയർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഞാൻ എനിക്കും ഒരുപാട് സന്തോഷം തോന്നി. കാരണം സ്ഥിരം പാറ്റേണിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ ഇന്റർവ്യൂവിലും പക്ഷെ ഈ ഒരു ലാസ്റ്റ് മൊമെന്റ് ഓഫ് കൗണ്ട് ഡൗണിൽ ഞാൻ GPക്ക് ഒരു എന്താ പറയുന്നത്, ഐ വിഷ് ദാറ്റ് യു കം ആൻഡ് സ്റ്റാർഡസ്റ്റ് ഫ്രണ്ട് ലൈൻ മാഗസിൻസിൽ എല്ലാത്തിലും ഫ്രണ്ട് പേജിൽ വരട്ടെ. കാരണം മലയാളികൾക്ക് എപ്പോഴും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ GP മാറട്ടെ. ഐ നോ ദാറ്റ് you have a Kamadevan look as well as ഒരു നല്ലൊരു ബുജി. നിങ്ങളുടെ പെൺകുട്ടികൾക്ക് ഒരു വാക്ക് പറഞ്ഞു. തീർച്ചയായിട്ടും ഇത്രേ പറയാനുള്ളൂ. 32-ാം അധ്യായം 23-ാം വാക്യം. ഒരുപാട് നല്ല സുഹൃത്തുക്കൾക്കൊപ്പം ചെയ്തൊരു നല്ല സിനിമയാണ്. വളരെ എൻഗേജിങ് ആയിട്ടുള്ളൊരു സിനിമയാണെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ആ സിനിമ ചെയ്തത്. അതുപോലെ തന്നെ അത് വിഷ്വലൈസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളെ നിരാശപ്പെടുത്താത്തൊരു സിനിമയായിരിക്കും അത് എന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ബബ്ലി സൈഡ് 2 അതിനകത്ത് അതൊക്കെ അവർ കണ്ടിട്ടുണ്ട്. ഓമൽ കണ്ണണി എന്നുള്ള പാട്ട് അത്രയധികം പോപ്പുലറായി. പിന്നെ ഞാൻ എന്നെ പാടി അതിനകത്ത് എല്ലാവരും വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ അത്യാവശ്യം പാക്കേജ് ഉണ്ട് അതിനകത്ത്. സ്വാഭാവികമായിട്ടും എല്ലാവരും കാണുക. നിങ്ങൾ ഈ സിനിമ കണ്ട് എനിക്കൊരു പ്ലാറ്റ്ഫോം തന്നാലാണ് ഇതുപോലെ കൂടുതൽ നല്ല നല്ല സിനിമകൾ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവുക. നമ്മൾ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തരവാം. താങ്ക് യു. ഓക്കെ, ബൈ. താങ്ക് യു. ഇന്നത്തെ സെൽഫി ആരാണ് വിന്നർ നോക്കാം. കൺഗ്രാറ്റുലേഷൻസ്. ലഭിക്കുന്നത് ഒരു ടീഷർട്ട് ജീവൻ TVയുടെ ലോഗോ പതിപ്പിച്ചതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ്, തോട്ട് ഓഫ് ദ ഡേ എല്ലാം ഞങ്ങൾ സ്വീകരിക്കുന്നു. അതിനെല്ലാം കൂടി ചേർത്ത് ഒരു മാസം കൂടുമ്പോൾ ഒരു ബമ്പർ പ്രൈസ് ഉണ്ട്. സോമ ഗ്രൂപ്പ് ഓഫ് റിസോർട്ട്സിൻ്റെ കംഫർട്ടബിളായിട്ടൊരു സ്റ്റേ ആണ് ബമ്പർ പ്രൈസായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഞങ്ങളോടൊപ്പം ഈ പുലർകാലത്തിൽ സഞ്ചരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, കടപ്പാടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ കാക്ഷിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ കാണാം 7:30 മണിക്ക്. നല്ല ഗസ്റ്റുകളുമായി വീണ്ടും നാളെ. Tomorrow is Wednesday. രാവിലെ 7:30 we will be right here and we expect you to join us. Till then, bye.